ഹലോ ഗൈസ്, ഇപ്പോൾ നമ്മളിപ്പോൾ നിൽക്കുന്നത് കൊല്ലം മാടനടയിലെ ഹെൽമെറ്റ് സോൺ എന്ന് പറയുന്നൊരു ഷോപ്പിലാണ്. ഹലോ, അപ്പോൾ ഇക്കയുടെ പേരെന്താണ്? അജീഷ് എന്നാണ് ഒരു. ഓക്കെ, ഇക്കാണ് ഈ ഷോപ്പിൻ്റെ ഓണർ. ബ്രോയുടെ പേരെന്താ? ഈ ഷോപ്പ് നോക്കാം. അത്യാവശ്യം എല്ലാ മിക്കവാറുള്ള ബ്രാൻഡ് എല്ലാം ഉണ്ട് ഈ ഷോപ്പിൽ. അപ്പോൾ ബ്രോ ഞങ്ങളൊന്ന് ഹെൽപ്പ് ചെയ്യണം. അപ്പോൾ ഞങ്ങളെക്കാളും ബ്രോയ്ക്കായിരിക്കും ഈ ഹെൽമെറ്റിനെ കുറിച്ച് അത്യാവശ്യം എല്ലാം അറിയാവുന്നത്. അപ്പം കുറച്ച് എന്ന് വെച്ചാൽ മെയിനായിട്ട് ഇവിടെ സെയിലുള്ളതും അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഹെൽമെറ്റൊക്കെയാണ് ഇവിടെ. അപ്പം കുറച്ച് ഹെൽമെറ്റിനെ കുറിച്ച് ഞങ്ങൾക്ക് ഒന്ന് പരിചയപ്പെടുത്തി തരണം. ഓക്കെ ബ്രോ. MTയുടെ തണ്ടർ എന്ന് പറയുന്ന മോഡലാണ്. അത്യാവശ്യം അവരുടെ നല്ലൊരു മോഡലാണ്. ഡബിൾ വൈസർ വരുന്ന ഹെൽമെറ്റാണ്. ഡുവൽ വൈസർ ആയതുകൊണ്ടല്ലോ. ഓക്കെ. അവിടെ ഇതാകുമ്പം ഡോട്ട് സർട്ടിഫിക്കേഷനാണ്. അതിനോട് തന്നെ EC സർട്ടിഫിക്കേഷനും ഉണ്ട്. ഡോട്ട് സർട്ടിഫിക്കേഷനാണ്. ഇത് കൂടാതെ തന്നെ ഷാർപ്പിൻ്റെ ഫോസ്റ്റർ ക്വാളിറ്റി സർട്ടിഫിക്കേഷനും പാസ്സായ ഹെൽമെറ്റാണ്. ഓക്കെ. ബ്രോയിൻ്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് 6600 രൂപ വരും. ഇതിൻ്റെ ഒരുപാട് ഗ്രാഫിക്സുകളുണ്ട്. ഇതിൻ്റെ തന്നെ സെയിം ഗ്രാഫിക്സ് ആണ് വരുന്നത്? ഇതിൻ്റെ സെയിം ഗ്രാഫിക്സുകളാണ്. ഓക്കെ. ഞാൻ എന്തായാലും എല്ലാത്തിൻ്റെ ഒന്ന് പെട്ടെന്ന് കാണിക്കാം. ഇതെല്ലാം സെയിം ആണോ വരുന്നത്? ഇതെല്ലാം ഗ്ലോസി ആണ് വരുന്നത്. ഇത് പക്ഷേ മാറ്റാണ് വരുന്നത്. ഇത് രണ്ടും മാറ്റാണ്, ബാക്കിയെല്ലാം ഗ്ലോസി ആണ് വരുന്നത്. ഓക്കെ ബ്രോ, നോക്കുമ്പോൾ നെക്സ്റ്റ് സെക്ഷനിലോട്ട് പോകാം. പ്രൈസ് കുറവാണ്. ഓക്കെ. ഇതിൻ്റെ പ്രൈസ് എങ്ങനെയാവും? ഇതിൻ്റെ പ്രൈസ് വരുമ്പോഴത്തേക്ക് 5750 വരും. 5750. സിംഗിൾ വൈസറാണ്. ഇതും ഷാർപ്പിൻ്റെ 3-സ്റ്റാർ ക്വാളിറ്റി ടെസ്റ്റ് പാസ്സായ ഹെൽമെറ്റാണ്. പഴയതുപോലെ തന്നെ ഡുവൽ സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. വെയിറ്റ് എങ്ങനെ വരും? ഇതിൻ്റെ വെയിറ്റ് വരുമ്പോഴത്തേക്കും 450 വരും. സിംഗിൾ വൈസറാണ്. അതുപോലെ ഇതിൻ്റെ വൈസർ എന്ന് വെച്ച് കഴിഞ്ഞാൽ എയർ ടെർബുലേറ്റർ എന്ന് പറയുന്ന ഒരു ടെക്നോളജി വരുന്ന വൈസറാണ്. അവരുടെ തണ്ടറിനെക്കാട്ടി പ്രൈസ് കുറവുള്ള നല്ലൊരു മോഡലാണ്. റേറ്റ് എങ്ങനെയായിരുന്നു? 5750 പ്രൈസ് വരുന്നതല്ലേ? ഓക്കെ, ഒന്ന് തരാം. ഗൈസ്, നല്ല ലൈറ്റ് വെയിറ്റ് ആണ് കേട്ടോ. നല്ല ലൈറ്റ് വെയിറ്റ് ഹെൽമെറ്റ് ആണ്. അതിൻ്റെ എയർ വെൻ്റ് ഒക്കെ 3 എയർ വെൻ്റ് വരുന്നുണ്ട്. നല്ല ഷേപ്പ്, നല്ല ഇതായിരിക്കും അതിൻ്റെ ലുക്ക് വരുന്നത്. ഓക്കെ. ഇതിൻ്റെ തന്നെ വേറെ ഗ്രാഫിക്സ് ആണ് ഈ കിടക്കുന്നത്. എല്ലാം ഇതിൻ്റെ സെയിം ഗ്രാഫിക്സ് ആണ്. ഈ രണ്ട് റോ. അപ്പം ഇതാണ് ആ MTയുടെ വേറെ ഗ്രാഫിക്സ് വരുന്നത്. ജോക്കർ. ഇതാണ് ജോക്കർ വരുന്നത്. അതിൻ്റെ തന്നെ വേറൊരു കളർ ഒരു മോഡലാണ് വരുന്നത്. ഇത് മാറ്റ്. വരുമ്പോഴോ ഇത് MTയുടെ റിവെഞ്ച് 2 എന്ന് പറയുന്ന അവർ തന്നെ പ്രീമിയം ക്വാളിറ്റി ഹെൽമെറ്റ് ആണ്. ഇത് മറ്റേ ഹെൽമെറ്റിനെ അപേക്ഷിച്ച് എയർ ലോക്കിംഗ് വൈസറാണ്. ഡുവൽ വൈസറാണോ? സിംഗിൾ വൈസറാണ്. വൈസർ ലോക്ക് ചെയ്യാൻ പറ്റും. വളരെ ലൈറ്റ് വെയിറ്റ് ഉള്ള ഹെൽമെറ്റ് ആണ്. എത്ര ഗ്രാമാണ് വരുന്നത്? ഇതിന്റെ വെയിറ്റ് വരുന്നത് 1500 വരും. 1500. ഇതിന്റെ റേറ്റ് വരുന്നത് 7600 ആണ്. 7600 അല്ലേ? ഇതൊക്കെ ഫിക്സ്ഡ് പ്രൈസ് ആണോ അതോ? MT ഫിക്സ്ഡ് പ്രൈസ് ആണ്. കാരണം നമുക്ക് അവരുടെ റൂളാണ്. MRP ബാർകോഡ് സൈസുള്ള ബില്ലിംഗ് ആണ് അവർ ചെയ്യേണ്ടത്. അപ്പം ഫിക്സ്ഡ് പ്രൈസ് ആണല്ലേ? ഇവിടെ വേറെ ഏതൊക്കെ ബ്രാൻഡ് ഉണ്ട്? ഇവിടെ MT അല്ലാതെ പിന്നെ ആക്സർ ഉണ്ട്. MTയുടെ തന്നെ ആക്സിസ് എന്ന് പറയുന്ന മോഡലുണ്ട്. ആസ്പിഡ എന്ന് പറയുന്ന മോഡലുണ്ട്. പുതിയ മോഡലാണ്. ആസ്പിഡ എന്ന് പറയുന്ന ലേറ്റസ്റ്റ് ആയിട്ട് അവർ സ്പാർട്ടൻ ലോഞ്ച് ചെയ്ത മോഡലാണ്. ഇതെല്ലാം ഇപ്പോൾ ഇതിൻ്റെ തന്നെ റിവെഞ്ചിന് തന്നെ വേറെ മോഡൽസ് ആണോ? റിവെഞ്ചിൻ്റെ തന്നെ 4 വേരിയസ് മോഡൽസ് ഇപ്പോൾ അവൈലബിൾ ഉണ്ട്. പുതിയത് ഉടനെ ഇമ്പോർട്ട് ചെയ്യുന്നുണ്ട്. ഇത് ആക്സിസിൻ്റെ വൈപ്പർ ആണല്ലേ? വൈപ്പർ ഇതൊന്ന് എടുക്കാം. ആക്സിസിൻ്റെ നെഹസ എന്ന് പറയുന്ന മോഡലാണ്. ഇത് വരുമ്പോഴത്തേക്കും 4200 വരെ അതിൻ്റെ പ്രൈസ് വരുന്നത്. സിംഗിൾ വൈസർ. അത്യാവശ്യം ലോ ബഡ്ജറ്റ് ഹെൽമെറ്റ് ആണ്. കൊള്ളാം. ഇത് അത്യാവശ്യം നല്ലൊരു ഗ്രാഫിക്സ് തോന്നുന്നുണ്ട്. അതിൻ്റെ വേറെ വേരിയസ് ഗ്രാഫിക്സ് ആണ് ഇതെല്ലാം. ഇങ്ങനെയാണ് അതിൻ്റെ ഒരു ലുക്ക് വരുന്നത്. ഇതന്നെ ആക്സിസിൻ്റെ ഇതെല്ലാം അതിൻ്റെ സെയിം മോഡൽസാണ്. അപ്പോൾ ഇത് നല്ലൊരു മോഡലാണ്. അതിൻ്റെ തന്നെ വേറെ കളറാണ് വരുന്നത്.
ഇതെല്ലാം ആക്സിസിൻ്റെ പുതിയ മോഡൽസാണ് വരുന്നത്. ഇതെല്ലാം 4200 അല്ലേ ആക്സിസിൻ്റെ? 4200. ആ, പിന്നെ അടുത്ത സെക്ഷൻ ഏതാണ്? ഇതാണ് MT സ്റ്റിംഗർ അല്ലേ? ആ, ഇതാണ് MTയുടെ സ്റ്റിംഗർ എന്ന് പറയുന്ന മോഡലാണ്. നല്ലൊരു നല്ല ഗ്രാഫിക്സ് shape ആണ്. നല്ല ഗ്രാഫിക്സും നല്ല ഗ്ലോസിയാണ്. കൊള്ളാം. ഗ്ലോസിയാണ്. അവരുടെ തന്നെ ലേറ്റസ്റ്റ് ഗ്രാഫിക്സ് ആണിത്. സിംഗിൾ വൈസറാണ്. റേറ്റ് എങ്ങനെ വരുന്നത്? ഇതിന്റെ റേറ്റ് വരുമ്പോഴത്തേക്ക് 5250 വരും. 5250 അല്ലേ? ആ, അത്യാവശ്യം അവരുടെ നല്ല ഷേപ്പുള്ള ഒരു ഹെൽമെറ്റ് ആണ്. അതുള്ള പ്രൈസും അത്യാവശ്യം കുറവാണ്. നല്ലൊരു ഗ്രാഫിക്സ് ഉണ്ട്, നല്ല ഗ്ലോസി ആയിട്ട്. ഇതവരുടെ ലേറ്റസ്റ്റ് ഗ്രാഫിക്സ് ആണ്. ബ്രാപ്പ് എന്നാണ് പേര്. ഓക്കെ. നല്ലൊരു ലുക്ക് ഉണ്ട്. കൊള്ളാം. ഇവരുടെ നല്ല ഏറ്റവും നല്ല ഗ്രാഫിക്സുകൾ വരുന്ന ഒരു മോഡലും കൂടിയാണ്. ഓക്കെ. ഇതിന്റെ പ്രൈസ് വരുന്ന സിംഗിൾ വൈസറാണല്ലേ? സിംഗിൾ വൈസറാണ്. സിംഗിൾ വൈസറാണ്. പ്രൈസ് 5250. ഓക്കെ. നല്ല. അപ്പോൾ അതിൻ്റെ തന്നെ വേറെ ഗ്രാഫിക്സ് വരുന്നതാണ്. അതിൻ്റെ എല്ലാം വേറെ ഗ്രാഫിക്സാണ് ഈ കിടക്കുന്നത്. ഇപ്പോൾ അത്യാവശ്യം നല്ല ഗ്രാഫിക്സ്, നല്ല ഗ്ലോസി ആയിട്ടുള്ള ബഡ്ജറ്റ് ഉള്ള നല്ല ഹെൽമെറ്റാണിത്. ഇത് MTയുടെ ഡുവൽ വൈസർ വരുന്ന മറ്റൊരു മോഡലാണ്. MTയുടെ ഡുവൽ വൈസർ വരുന്ന മറ്റൊരു മോഡലാണ്. ഇതിന് ലോക്കിംഗ് തന്നെയാണ് വൈസർ. ഇതിന് ഡുവൽ വൈസറിന്റെ ബട്ടൺ ഇവിടെ ആണ്. പാഡിങ് വരുന്നത് സ്നക്ക് ഫിറ്റ് എന്ന് പറയുന്ന ഒരു പാഡിങ് ആണ്. നല്ലൊരു കളർ ക്വാളിറ്റി എല്ലാം ഉണ്ട് പാഡിങ്ങിന്. നല്ലൊരു വെറൈറ്റി കളറായിട്ടുണ്ട് പാഡിങ്ങിന്. ഇതിന്റെ മറ്റുള്ള ഗ്രാഫിക്സുകളാണ് ഇതെല്ലാം MTയുടെ അതിൻ്റെ തന്നെ മറ്റ് ഗ്രാഫിക്സ് വരുന്നതാണ്. ഇത് അവരുടെ തന്നെ ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്തൊരു പ്രൊഡക്റ്റ് ആണ്. ഇതിന്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ചാൽ 4750 വരും. 4750. ഓക്കെ. ഇതിന് സിംഗിൾ വൈസറാണ്? സിംഗിൾ വൈസർ അല്ല, ഡുവൽ വൈസറാണ്. ഡുവൽ വൈസറാണല്ലേ? 4750 ഡുവൽ വൈസറാണ്. മാത്രമല്ല നൈറ്റ് വിഷൻ കിട്ടുന്ന ഒരേ ഒരു ഹെൽമെറ്റും കൂടെയാണ് അവരുടെ ഇത്. ഇത് ക്ലിയർ ആണല്ലേ? അകത്ത് വരുന്ന വൈസർ എന്ന് വെച്ചാൽ ക്ലിയർ വൈസറാണ്. മറ്റേത് ഹെൽമെറ്റ് ആണെങ്കിലും നമ്മൾ പുറത്തെ വൈസർ അഥവാ ചേഞ്ച് ചെയ്യുകയാണെങ്കിൽ നൈറ്റ് വിഷൻ ബുദ്ധിമുട്ടായിരിക്കും. പക്ഷേ ഇത് നമുക്ക് അഥവാ പുറത്തെ വൈസർ നമ്മൾ ചേഞ്ച് ചെയ്യുകയാണെങ്കിലോ ഏത് വൈസർ ഇടുകയാണെങ്കിലും നൈറ്റ് ഈ അകത്തെ വൈസർ ഉപയോഗിക്കാൻ പറ്റും. ഇത് അകത്ത് ക്ലിയറും പുറത്തത് ബ്ലാക്കുമാണ്. അതോടെ അവർ നല്ല നല്ല ഒരുപാട് ഗ്രാഫിക്സ് ഉണ്ട് അവർക്ക്. പുതിയ ബ്രാൻഡാണ് ലേറ്റസ്റ്റ് ആയിട്ട് ലോഞ്ച് ചെയ്ത ബ്രാൻഡാണ്. പ്രൈസ് എങ്ങനെയാ വരുന്നത്? ഇതിന്റെ പ്രൈസ് വരുന്നത് 4750. ഇതെല്ലാം അസ്പിഡയുടെ അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ളൊരു, അത്യാവശ്യം നല്ല പെയിന്റിംഗ് ആണ്. നല്ല ഷെല്ലിനും എല്ലാം അതിനനുസരിച്ചുള്ള ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ്. വാറന്റി ഉണ്ടോ അസ്പിഡയ്ക്ക് വരുന്നത്? 2 ഇയർ വാറന്റി ഉള്ള ഹെൽമെറ്റ് ആണ്. ഓക്കെ. 2 ഇയർ വാറന്റി ഉണ്ടല്ലേ? 2 ഇയർ വാറന്റി ഉണ്ട്. ഇത് പുതിയ മോഡൽസ് എല്ലാം വരുന്നുണ്ട്. 4750 അല്ലേ പ്രൈസ്? കൊള്ളാം. ഡുവൽ വൈസർ ആണ്. അത്യാവശ്യം നല്ലൊരു ബഡ്ജറ്റ് ഓറിയൻറ്റഡ് ആയിട്ടുള്ള ഒരു ഹെൽമെറ്റ് ആണ് ഇത്. കൊള്ളാം. അവിടെ തന്നെ നെക്സ്റ്റ് ഒരു മോഡലാണിത്. ഇത് വരുമ്പോൾ ഫ്ലിപ്പപ്പ് ആണ്. ഫ്ലിപ്പപ്പ് ഹെൽമെറ്റ് ആണ്. ഓക്കെ. ഇതിൻ്റെ അകത്ത് ക്ലിയർ ആണ് വരുന്നത്? ഇതിനകത്ത് വരുന്നത് ടിൻഡഡ് ആയിട്ടുള്ള വൈസറാണ്. പുറത്ത് ക്ലിയർ വൈസറാണ്. ഇതിന്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ 6000 രൂപയാണ്. 6000 അല്ലേ? ഓക്കെ. ഇതിന്റെ വെയിറ്റ് ഒക്കെ അപ്പോൾ എങ്ങനെയായിരിക്കും? ഇതിന്റെ വെയിറ്റ് വരുന്നത് 1500. ഒരുപാട് വെയിറ്റ് വരുന്നില്ല. ലൈറ്റ് വെയിറ്റ് ആണ്. മറ്റേ ഫ്ലിപ്പപ്പ് ഹെൽമെറ്റിനെ അപേക്ഷിച്ച് ലൈറ്റ് വെയിറ്റ് ആണ്. ഇത് MTയുടെ അവരുടെ തന്നെ പ്രീമിയം ക്വാളിറ്റി ഹെൽമെറ്റ് ആണ്. MTയുടെ റാപ്പിഡ്. ഇതിന്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ 10750 ആണ് വരുന്നത്. ഇതിന്റെ ഷെല്ല് വളരെ വെയിറ്റ്ലെസ് ആണ്. 1350 ഉള്ളൂ വെയിറ്റ്. ഇത് ഫൈബർ ഗ്ലാസ് ഷെല്ലാണ് വരുന്നത്. ഫൈബർ ഗ്ലാസ് അല്ല? അതുള്ള വൈസർ നമ്മൾ നേരത്തെ കണ്ട ബ്ലേഡിലേക്ക് പോലെ ലോക്കിംഗ് വൈസറാണ്. എയർ ടർബുലേറ്റർ എന്ന് പറഞ്ഞ വൈസർ മോഡലാണ്. നമ്മൾ നേരത്തെ കണ്ട റാപ്പിഡിന്റെ ഒരു പ്രോ വെർഷനാണ്. റാപ്പിഡ് പ്രോ തന്നെയാണ്. റാപ്പിഡ് പ്രോ. ഇതിന്റെ പ്രൈസ് വരുന്നത് വെച്ചാൽ 22,950 ആണ്. സ്പോയിലറൊക്കെ വരുന്ന ഒരു മോഡലാണ്. MTയുടെ സ്പോയിലർ വരുന്ന ഒരു മോഡലാണ്. സിംഗിൾ വൈസറാണ്. റാപ്പിഡിൽ കണ്ട സെയിം ഫീച്ചേഴ്സ് ഉള്ള ഹെൽമെറ്റ് ആണ്. ഇതിന്റെ ബോഡി വരുന്നത് കാർബൺ ഫൈബർ ആണ്. കാർബൺ ഫൈബർ ആകുമ്പോൾ നല്ല വെയിറ്റ്ലെസ്. നല്ല വെയിറ്റ്ലെസ് ആണ് MTയുടെ റാപ്പിഡ്. അത് 23 രൂപ അല്ലേ? 23 രൂപ. ബാക്കിൽ നല്ല സ്പോയിലറും
അത്യാവശ്യം നല്ലൊരു ക്വാളിറ്റി, നല്ല വെയിറ്റ്ലെസ് ആണ്. സിംഗിൾ വൈസറാണ് വരുന്നത്. 23 രൂപയാണ് ഇതിൻ്റെ പ്രൈസ്. 23 രൂപയാണ് വരുന്നത്. എയർവെൻറ്റും കാര്യങ്ങളൊക്കെ നല്ല 3D ലോഗോ വരുന്നുണ്ട്. അവരുടെ പ്രീമിയം ക്വാളിറ്റി ഹെൽമെറ്റ് നല്ലൊരു ഹെൽമെറ്റാണ്. MTയുടെ ഇപ്പം ഇതാണ് ഇവിടെ ഏറ്റവും റേഞ്ച് കൂടിയത്. ടോപ്പ് ലെവലിൽ തീരെ വെയിറ്റ്ലെസ് ആണ്. വെയിറ്റ് വളരെ കുറവാണ്. 1300 ഉള്ള വെയിറ്റ്. അപ്പോൾ ഗൈസ് ഇതാണ് നമ്മുടെ AGVയുടെ ഹെൽമെറ്റ്. ബ്രോ പറഞ്ഞു. AGVയുടെ K1 അങ്ങനത്തെ മോഡലാണ്. K1 അല്ലേ? സിംഗിൾ വൈസറാണ്. അവരുടെ നല്ല ഷേപ്പ് വരുന്ന ഹെൽമെറ്റിൽ നിന്നാണ്. നല്ല ഇറക്കുള്ള സ്പോയിലറും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. 46 എന്നുള്ളൊരു മോഡലാണ്. ഇതിപ്പോൾ സിംഗിൾ വൈസറാണ്. സിംഗിൾ വൈസറാണല്ലേ? ഇതിൻ്റെ പ്രൈസ് വരുന്നത് 18,500 രൂപ. 18,500 ഫിക്സഡ് പ്രൈസ് ആണോ? അതോ ഡിസ്കൗണ്ട് ഉണ്ട്? തന്നെ വേറൊരു മോഡലാണ്. മറ്റൊരു ഗ്രാഫിക്സ് ആണ്. സെയിം മോഡൽ ഗ്രാഫിക്സ്. ഇവിടെ ഹെൽമെറ്റ്സ് ഹെൽമെറ്റ് മാത്രമല്ല, നമുക്ക് ജാക്കറ്റ്സും അവൈലബിൾ ആണ്. റൈഡിങ് ജാക്കറ്റ്. അപ്പോൾ ജാക്കറ്റിനും കൂടെ ഒന്ന് പരിചയപ്പെടും. നമ്മളിപ്പോൾ ഇത് സ്കിമിറ്റർ എന്ന് പറയുന്ന മോഡലാണ്. സ്കിമിറ്ററിൻ്റെ ലെവൽ 1 ജാക്കറ്റാണ്. ലെവൽ 1 ആണ്. ഇതിൻ്റെ പ്രൈസ് വരുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ 4,900 ആണ്. 4,900 ലെവൽ 1. ഇതിനുള്ളിൽ റെയിൻ വെയർ വരുന്നുണ്ട്. പാഡിങ്ങും കാര്യങ്ങളൊക്കെ അത്യാവശ്യം ക്വാളിറ്റിയുള്ള പാഡിങ് കാര്യങ്ങളൊക്കെ. അതൊക്കെ ബ്രീത്തബിൾ ആണ്. നല്ല ക്ലോത്തൊക്കെ നല്ല ബ്രീത്തബിൾ ക്ലോത്താണ്, കുഴപ്പമില്ല. അകത്ത് പോക്കറ്റ്സ് ഒക്കെ ഉണ്ട്. ബാക്കിലും പ്രൊട്ടക്ഷൻ ഉള്ള എല്ലാം ഉണ്ട്. പാഡിങ് ആണ്. ബാക്കിലാണ് ഇങ്ങനത്തെ ഒരു വ്യൂ ആണ്. ഫുൾ റിഫ്ലക്ഷൻ ആണ്. കുഴപ്പമില്ല. അത്യാവശ്യം നല്ലൊരു മോഡലാണ്. അതിൻ്റെ പ്രൈസ് എങ്ങനെ വരും? ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 4,900. ഡിസ്കൗണ്ട് ആണ് കാണുമല്ലോ? ഡിസ്കൗണ്ട് ആണ്. ഒരു ലെവൽ 2 ജാക്കറ്റ് ഒന്ന് കാണിക്കാം. ഇത് സ്കിമിറ്ററിൻ്റെ തന്നെ ലെവൽ 2 ജാക്കറ്റാണ്. അത്യാവശ്യം നല്ല ലുക്കുള്ളൊരു ജാക്കറ്റ്. അതിൻ്റെ പ്രൈസ് എങ്ങനെ വരുന്നത്? ഇതിൻ്റെ പ്രൈസ് വരുമ്പോൾ 6,990 ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. ലെവൽ 2 ആണ്. ലെവൽ 2 പാഡിങ്ങും എല്ലാം ഉണ്ട്. ഷോൾഡർ പാഡും എല്ലാം ഉണ്ട്. ലെവൽ 1 അപേക്ഷിച്ച് ഇതിനകത്ത് തെർമൽ ലൈനിങ് എന്ന് കൂടി വരുന്നുണ്ട്. ഓക്കെ. അതിൻ്റെ കൂടെ തന്നെ റെയിൻ വെയറും വരുന്നുണ്ട്. സിബാണല്ലോ. അതിൻ്റെ കൂടെ തന്നെ റെയിൻ വെയറും വരുന്നുണ്ട്. അതും സിബാണ്. ബാക്കിലും പ്രൊട്ടക്ഷനൊക്കെ ഉണ്ട്. ക്വാളിറ്റി നല്ല ലുക്കും ഉണ്ട്. ഇങ്ങനെയാണ് അതിൻ്റെ ലുക്ക് വരുന്നത്. നമുക്ക് വേറെ ധാരാളം കളർ വേരിയൻസ് ഉണ്ട്. സെയിം മോഡൽസിൻ്റെ തന്നെ ഒരുപാട് കളേഴ്സ് വരുന്നുണ്ട്. ഇതൊരു നല്ലൊരു കളറാണ് തോന്നും. ബ്ലൂവും ക്രീമും ഗ്രേയും കൂടെ ഉള്ള ഇത് കൊള്ളാം. ഇത് ലെവൽ 2 ആണല്ലേ? ലെവൽ 2 ആണ്. 6 രൂപയാണ് ഇതിൻ്റെ റേറ്റ്. പിന്നെ അവരുടെ തന്നെ കാണാൻ ലുക്കായിട്ടുള്ള ഹെൽമെറ്റാണ്. ലുക്കായിട്ടുള്ള ജാക്കറ്റാണ്. ഓക്കെ. മെറ്റലാണല്ലോ? മെറ്റലാണ് വരുന്നത്. ഷോൾഡറിൻ്റെ അവിടുത്തെ കാര്യത്തിൽ അപ്പോൾ നല്ലൊരു ലുക്ക് കൊണ്ട് നല്ല പ്രൊട്ടക്ഷൻ തോന്നും. ലെവൽ 2 തന്നെ അല്ലേ? പോക്കറ്റെല്ലാം ഫ്രണ്ടിൽ തന്നെ. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 7,499 ആണ്. 7,500 അല്ലേ? അപ്പോൾ ഗായ്സ് ഇനി ഇവിടെ നമുക്ക് ഗ്ലൗസും കൂടെ ഉണ്ട്. അത്യാവശ്യം നല്ല ക്വാളിറ്റിയുള്ള ഗ്ലൗസ് ഉണ്ട്. ഫേസ് മാസ്ക് ഉണ്ട്. അപ്പം ബ്രോ ഗ്ലൗസിനെ കുറിച്ചൊന്ന്. ഇവിടെ ഇപ്പം ആസ്പിയുടെയും സ്കിമിറ്ററിൻ്റെയും ഗ്ലൗസാണ് കിടക്കുന്നത്. ഇത് സ്കിമിറ്ററിൻ്റെ ബേസ് മോഡലാണ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 1,350. ഇതൊക്കെ ആസ്പിയുടെ ആണല്ലോ? ഇത് ആസ്പിയുടെ ഗോൺലൈറ്റ് ടൈപ്പ് വരുന്നതാണ്. അതിൻ്റെ റേറ്റ് എങ്ങനെയാണ്? ഫുൾ ഗോൺലൈറ്റ് ആണ്. ഇതിൻ്റെ റേറ്റ് വരുമ്പോഴത്തേക്കും 3,825 വരും. 3,825 ആണ് ഇതിൻ്റെ റേറ്റ് വരുന്നത്. അത്യാവശ്യം അവരുടെ നല്ലൊരു ക്വാളിറ്റി ഗ്ലൗസ് ആണ്. ഓക്കെ. ലോങ് റൈഡൊക്കെ പോകാൻ ഫുൾ ഗോൺലൈറ്റായിട്ട് വരുന്ന ടൈപ്പാണ്. സിംഗിൾ സ്റ്റിച്ചാണ് വരുന്നത്. സിംഗിൾ സ്റ്റിച്ചാണ്. മെറ്റീരിയൽ എല്ലാം നല്ല ലോങ് ലാസ്റ്റിംഗ് മെറ്റീരിയലാണ്. അപ്പോൾ ഗായ്സ് ഇതാണ് നമ്മുടെ റൈഡെക്സിൻ്റെ ഹെൽമെറ്റ്. അപ്പം പുതിയ സ്റ്റോക്ക് വന്നതായിരിക്കുന്നത്. അപ്പോൾ ബ്രോ റൈഡെക്സിൻ്റെ ഹെൽമെറ്റിനെ കുറിച്ച്. റൈഡെക്സിൻ്റെ ഒന്നാമത്തെ കാര്യം വളരെ വെയിറ്റ്ലെസ് ആയിട്ടുള്ള ഹെൽമെറ്റാണ്. ഓക്കെ. നല്ല ഗ്ലോസി, നല്ല പെയിൻ ക്വാളിറ്റി ഒക്കെ ഉണ്ട്.
മാത്രമല്ല ഇതിൻ്റെ അവരുടെ ഏറ്റവും കൂടുതൽ ഹിറ്റായിട്ടുള്ള ഒരു ഗ്രാഫിക്സ് മോഡാണ്. മറ്റേ റോസിയുടെ ടൈപ്പ് AGV മോഡൽ സെയിം ഗ്രാഫിക്സിനെ കോപ്പി ആയിട്ട് വരുന്നതാണ്. അവിടെ നല്ല മൂവ്മെന്റ് ഉള്ള ഒരു ഗ്രാഫിക്സ് മോഡാണ്. സിംഗിൾ വൈസറാണ്. ബാക്കിൽ അത്യാവശ്യം സ്പോയിലറൊക്കെ വരുന്ന മോഡലാണ്. റേറ്റ് എങ്ങനെയാണ് ഇതിന്റെ റേറ്റ് വരുമ്പോൾ 4600 രൂപ. 4600. അത്യാവശ്യം നല്ലൊരു പെയിന്റ് ക്വാളിറ്റിയും ലൈറ്റ് വെയിറ്റും ആണ്. ആണ് മാത്രമല്ല ഇതിന്റെ വൈസറും മറ്റ് പാർട്സിനെല്ലാം മറ്റ് ഹെൽമെറ്റ് വിലക്കുറവാണ്. മറ്റു മോഡൽസ് ആണിത്. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് അവർ കൊണ്ടുവന്നതാണ് പ്ലെയിൻ ബ്ലാക്ക്. ഓക്കെ, പുതിയ മോഡലാണിത് റൈഡക്സിൻ്റെ. അത്യാവശ്യം മാറ്റ് ബ്ലാക്ക് ആയിട്ടുള്ള ഒരു മോഡലാണ്. നല്ലൊരു ലുക്കുണ്ട് മാറ്റ് ബ്ലാക്കിൻ്റെ, കൊള്ളാം. റൈഡക്സിൻ്റെ തന്നെ വേറെ ഗ്രാഫിക്സ് വരുന്നതാണിത്. ഈ റൈഡക്സിൻ്റെ പുതിയ സ്റ്റോക്ക് വന്നതാണ് ഇരിക്കുന്നത്. ഗ്ലോസി ബ്ലാക്ക് ആണിത്. ഇത് നമ്മുടെ റോസിയുടെ ടൈപ്പാണ് വരുന്നത്, AGV മോഡൽ. ഇതെല്ലാം സെയിം റേറ്റും സെയിം സ്പെസിഫിക്കേഷനും സെയിം റേറ്റും തന്നെയാണ്. അതിൻ്റെ വേറെ ഗ്രാഫിക്സ് മാത്രമേ ഉള്ളൂ. ഇത് നമ്മൾ നേരത്തെ കണ്ട മോഡൽസിൻ്റെ വേറെ കളർ വേറെ ഗ്രാഫിക്സ് ആണല്ലോ. ഇത് ലേറ്റസ്റ്റ് ആയിട്ട് പുതിയ ലോഞ്ച് വന്നതാണ്. ഇത് പുതിയൊരു ഗ്രാഫിക്സ്, നല്ലൊരു ഗ്രാഫിക്സ് ആണിത്, കൊള്ളാം. ബാക്കിൽ സ്പോയിലറൊക്കെ ഉണ്ട്. അപ്പോൾ ഗൈസ്, നമുക്ക് ഇവിടെ മാത്രമല്ല, നമുക്ക് വേറൊരു റൂമും കൂടെ ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. അപ്പോൾ ബ്രോ, ഇവിടെ എങ്ങനത്തെ ടൈപ്പ് ഹെൽമെറ്റാണ് ഇവിടെ ഉള്ളത്? ഇവിടെ നമ്മൾ ബേസ് ഹെൽമെറ്റ് ഇവിടെ ഉണ്ട്. അത് മാത്രമല്ല മറ്റ് ഇമ്പോർട്ടഡ് ഹെൽമെറ്റ്സ് ഇവിടെ തന്നെ NHK ഒക്കെ ഉണ്ടല്ലേ. ഇത് NHK എന്ന് പറയുന്ന മോഡലാണ്. ഇതിന്റെ സ്പെസിഫിക്കേഷനിൽ ഏറ്റവും മെച്ചമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിന് കളർ വാറന്റി ഉള്ള ഹെൽമെറ്റ് കൂടിയാണ്. അവരുടെ ഏറ്റവും കൂടുതൽ കളർ ഗ്രാഫിക്സുകൾ വരുന്ന ഹെൽമെറ്റ് ആണ് NHK. അതുകൊണ്ട് തന്നെ 6 മാസത്തെ കളർ വാറന്റിയും ഹെൽമെറ്റിനുണ്ട്. റേറ്റ് എങ്ങനെയാണ്? റേറ്റ് വരുന്നത് 5200 ആണ്. ഇവർക്ക് മറ്റ് വേറെയും റേറ്റിലുള്ള മോഡൽസ് ഉണ്ട്. സിംഗിൾ വൈസർ ആണോ? ഇത് സിംഗിൾ വൈസർ ആണ്. ഇത് സ്റ്റഡ്സിന്റെ ഡബിൾ വൈസർ വരുന്ന ഹെൽമെറ്റ് ആണ്. ഡബിൾ വൈസർ ആണ് സ്റ്റഡ്സിന്റെ. ഓക്കെ, ബട്ടൺ എല്ലാം അകത്തുനിന്ന് വൈസർ നമ്മൾ മാനുവലി തന്നെ വെക്കണം. ബട്ടൺ ഒന്നുമില്ല. മാത്രമല്ല അവരുടെ നല്ലൊരു പ്രീമിയം, അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഹെൽമെറ്റ് ആണ് സ്റ്റഡ്സിന്റെ. റിമൂവബിൾ ആണ്, വാഷബിൾ ആണ്. മാത്രമല്ല അവരുടെ പാഡിങ് എല്ലാം നല്ല ക്വാളിറ്റി ഉള്ള വെൽവെറ്റ് പാഡിങ് ആണ്. പക്ഷെ മറ്റു ഹെൽമെറ്റുകളുടെ പാഡിങ്ങിനെക്കാട്ടും നല്ല ക്വാളിറ്റി ഉള്ള വെൽവെറ്റ് പാഡിങ് ആണ്. ഇതിന്റെ പ്രൈസ് റേഞ്ച് ഇതിന്റെ പ്രൈസ് റേഞ്ച് വരുമ്പോൾ 2,100 സംതിങ് ആണ് ഇതിന്റെ പ്രൈസ് റേഞ്ച്. ഫിക്സഡ് പ്രൈസ് ആണോ അതോ ഡിസ്കൗണ്ട് നമ്മൾ ചെയ്യല്ല? ഇതിന്റെ ഒരുപാട് മോഡൽസ് ഉണ്ട്. എന്നാൽ ഈ ലോക്ക്ഡൌണിന്റെ ഇഷ്യൂ കാരണം മോഡൽസ് പലതും വരുന്നില്ല. ഒരുപാട് മോഡൽസ് മറ്റു ഹെൽമെറ്റ്സിന്റെ വരുന്നതാണ്. ഇപ്പം ലോക്ക്ഡൌണിന്റെ ഇഷ്യൂ കാരണമാണ് ഇതിപ്പോ ഇരിക്കുന്നത്. ഇതിന്റെ മറ്റ് 2 ഗ്രാഫിക്സ് സ്റ്റഡ്സിന്റെ തന്നെ ഗ്രാഫിക്സ് ആണ് ഇവിടെ വരുന്നത്. ഇത് ഗ്ലൈഡേഴ്സ് ആണ്. ഇത് 3 സ്റ്റഡ്സിന്റെ ഇപ്പം നിലവിൽ വരുന്നത്. അടുത്ത മോഡലിൽ നമ്മുടെ THH ആണ്. THH ഹെൽമെറ്റ്സ് ആണിത്. THH വരുമ്പോൾ ഡോട്ട് സർട്ടിഫിക്കേഷൻ വരുന്നുണ്ട്. ഡോട്ട് സർട്ടിഫിക്കേഷനും ISA സർട്ടിഫിക്കേഷനും കൂടെ വരുന്ന ഹെൽമെറ്റ് ആണ്. ഇന്ത്യൻ ഹെൽമെറ്റ് ആണ്. ഇന്ത്യൻ സർട്ടിഫിക്കേഷൻ വരുന്ന ഹെൽമെറ്റ് ആണ്. പക്ഷേ ഹെൽമെറ്റ് വരുന്നത് തായ്വാനാണ്. സിംഗിൾ വൈസർ ആണല്ലേ? സിംഗിൾ വൈസർ ആണ്. ഡോട്ട് സർട്ടിഫിക്കേഷൻ വരുന്ന വളരെ ചീപ്പസ്റ്റ് റേറ്റ് ആയിട്ടുള്ള ഹെൽമെറ്റ് കൂടിയാണ്. റേറ്റ് എങ്ങനെയാണ്? ഇതിന്റെ റേറ്റ് വരുമ്പോൾ 2,850 ആണ്. 2,850 അല്ലേ? എയർവിൻഡ് ഒക്കെ ഇവിടെ 2 എയർവിൻഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത ഒരു മാറ്റ് പെയിന്റ് ജോബാണ് വരുന്നത് THHന്റെ. മറ്റ് കളക്ഷൻസ് ഉണ്ട്. ഇതിന്റെ മറ്റു ലേറ്റസ്റ്റ് ആയിട്ടുള്ള കളക്ഷൻ ആണ് ക്യാപ്റ്റൻ അമേരിക്കയുടെ. ഇതിപ്പം ഇത് ഇത്രയും THHന്റെ പല ഗ്രാഫിക്സ് വരുന്ന മോഡലാണ്. പിന്നെ നമുക്കിവിടെ SMK ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ്. SMK അല്ലേ? SMK ഹെൽമെറ്റ്സ് അവൈലബിൾ ആണ്. SMK ഹെൽമെറ്റ്സ് ആണ്. അവർ ഈ ഹെൽമെറ്റിൽ കൊണ്ടുവന്ന ഏറ്റവും വലിയൊരു ടെക്നോളജി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഡുവൽ വൈസർ ആണ്. അത് കൂടാതെ പിൻലോക്കിന്റെ ഒരു ലെൻസ് കൂടി ഇതിനകത്ത് ഇൻബിൽട്ട് ആയിട്ട് ആഡ് ചെയ്തിട്ടുണ്ട് അവർ. പിൻലോക്ക് ഇൻബിൽട്ട് ആയിട്ട് വരുന്നുണ്ട്. പിൻലോക്ക് പറയുന്ന ഓപ്ഷൻ മറ്റെല്ലാ ഹെൽമെറ്റിലും നമ്മൾ അഡീഷണൽ ആയിട്ട് വെക്കണം. ഇതിനകത്ത് അവർ അഡീഷണൽ ലെൻസ് കൂടി തരുന്നു. ഡുവൽ വൈസർ ആണ്. ഇതിന്റെ വൈസർ സ്വിച്ച് എന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെയാണ്. ആക്സർ ഒക്കെ പോലെ തന്നെയാണ്, താഴെയാണ്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് ബ്രോ? ഇതിന്റെ റേറ്റ് വരുന്നത്
മുമ്പിൻ്റെ റേറ്റ് 4,300 ആയിരുന്നു. അതിൻ്റെ പ്രൈസ് അല്പം ഇൻക്രീസ് ആയിട്ടുണ്ട്, 4,500 ആയിട്ടുണ്ട്. അടുത്ത നമ്മൾ ആക്സോറിൻ്റെ അഫെക്സ് എന്ന് പറയുന്ന മോഡലാണിത്. മറ്റേ വെനം സീരീസ് ആണ്. അവരുടെ ഏറ്റവും നല്ലൊരു ഗ്രാഫിക്സ് ആണ്, വെനമസ് എന്ന് പറയുന്ന മോഡലാണ്. അതിൻ്റെ 3 കളർ കോമ്പോയിൽ ഗ്രേ ആണിത്, മാറ്റ് ഗ്രേ ആണ്. മാറ്റ് ഗ്രേ ആണ്. അതുപോലെ തന്നെ അവർക്ക് വെനമസിൻ്റെ തന്നെ ബ്ലൂ ഉണ്ട്, ഗ്രീൻ ഉണ്ട്. ആക്സോറിൻ്റെ സെയിം മോഡലാണ്. ഇത് ആക്സോറിൻ്റെ വിവിഡ എന്ന് പറയുന്ന മോഡലാണ്, അഫെക്സ് തന്നെയാണ്. അവരുടെ മൾട്ടി കളർ വരുന്ന നല്ലൊരു ഗ്രാഫിക്സ് ആണ്. നല്ലൊരു ഗ്രാഫിക്സ് കൊള്ളാം. ഇതും ഡുവൽ വൈസർ തന്നെയല്ലേ? ഡുവൽ വൈസർ ആണ്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ്? ഇതിന്റെ റേറ്റ് വരുമ്പോൾ 5 വരും. സോളാണ്. സോളിന്റെ ബാക്കിൽ LED വരുന്ന മോഡലാണ്. ഡബിൾ വൈസർ ആണ്. ഡബിൾ വൈസർ അല്ലേ? റേറ്റ് എങ്ങനെയുണ്ട്? ഇതിന്റെ റേറ്റ് വരുമ്പോൾ 7,500 വരും. ഇതിന്റെ റേറ്റ് 7 ആണല്ലേ? ഇതിന്റെ തന്നെ മറ്റൊരു ഗ്രാഫിക്സ് ആണ്. സോളിന്റെ മെറ്റൽ മാൻ എന്ന് പറയുന്ന ഗ്രാഫിക്സിൽ പെടുന്നതാണ്. സിംഗിൾ വൈസർ ആണ്. സിംഗിൾ വൈസർ ആണ്. പ്രൈസ് വരുമ്പോഴോ? ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 6,300 വരും. 6,300. ഇതിൽ ലൈറ്റ് ഇല്ലല്ലേ? ഇതിൽ LED വരുന്ന അല്ല, LED ഇല്ലാത്ത മോഡലാണ്. ഓക്കെ. ആ ബാക്കിൽ സ്പോയിലർ ഒക്കെ ഉണ്ട്, നമുക്ക് കാണാം. ഇത് വേഗയുടെ റൈക്കർ എന്ന് പറയുന്ന മോഡലാണ്. ഡുവൽ വൈസർ ആണ്. വളരെ ചീപ്പസ്റ്റ് ആയിട്ടുള്ള പ്രൈസ് വരുന്നത്. ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 1,850 വരും. ഇനിയും വേഗയുടെ ഒരുപാട് കളക്ഷൻസ് ഇവിടെ ഉണ്ട്. സ്റ്റീൽ ബൈൻഡ് എയർ എന്ന് പറയുന്ന മോഡലാണ്. സിംഗിൾ വൈസർ ആണ്. ഇതിന് തന്നെ അവർക്ക് ധാരാളം ഗ്രാഫിക്സുകളുണ്ട്. അതിൻ്റെ അകത്ത് ഫ്രീ ലൈവ് എന്ന് പറയുന്ന ഗ്രാഫിക്സ് ആണിത്. ഓക്കെ. ഇതിൻ്റെ റേറ്റ് വരുമ്പോഴോ? ഇതിൻ്റെ റേറ്റ് വരുമ്പോൾ 1,950 രൂപ വരും. ഇത് ആക്സോണിൻ്റെ റേജ് എന്ന് പറയുന്ന ഒരു മോഡലാണ്. ആക്സോണിൻ്റെ 5,000 താഴെയുള്ള മറ്റൊരു മോഡലാണിത്. സിംഗിൾ വൈസർ ആണ്. ഇതിന്റെ പ്രൈസ് വരുമ്പോൾ 3,450 വരത്തുള്ളൂ. 3,450. സിംഗിൾ വൈസർ. സിംഗിൾ വൈസർ ആണ്. ഇത് നല്ല പാഡിങ്ങും കാര്യങ്ങളൊക്കെയാണ് വന്നിരിക്കുന്നത്. റിമൂവബിൾ പാഡിങ് തന്നെയാണ്. അതുകൂടാതെ സിൽവർ വൈസർ ആണ് അതിന്റെ കൂടെ അവർ വരുന്നത്. ഇതിന്റെ വേറെ ഗ്രാഫിക്സ് ആണ്. സ്പോയിലറൊക്കെ വരുന്ന ഒരു മോഡലാണ്. നല്ല സ്പോയിലർ ആയിട്ടും കൊള്ളാം. ഇതിന്റെ വേറെ ഗ്രാഫിക്സ് വരുന്നതാണ്. ഇവിടെ നേരത്തെ നമ്മൾ കണ്ടതിനേക്കാളും ചീപ്പായിട്ട് ഗ്ലൗസ് ഇവിടെ വരുന്നുണ്ട്. ഇത് നമ്മുടെ ടോപ്പ് മോഡൽസിൽ ഒന്നാണ് ബെല്ലാണ്. ബെല്ല് അത്യാവശ്യം നല്ല ഹെൽമെറ്റ്സ് ആണ്. അത്യാവശ്യം നല്ല ക്വാളിറ്റി ഉള്ള ഹെൽമെറ്റ് ആണ്. ഷെല്ലിനൊക്കെ അതിനനുസരിച്ച് നല്ല ക്വാളിറ്റി വരുന്ന ഒരു ഹെൽമെറ്റ് ആണ്. ഇതിന്റെ റേറ്റ് എങ്ങനെയാണ് വരുന്നത്? ഇതിന്റെ റേറ്റ് 15,500 ആണ്. 15,500. ഓക്കെ. സിംഗിൾ വൈസർ ആണല്ലേ? ഇത് സിംഗിൾ വൈസർ ആയിട്ടുള്ള ഹെൽമെറ്റ് ആണ്. അപ്പോൾ ഗായ്സ്, ഞാൻ ഇവിടുന്ന് ഒരു പുതിയൊരു ഹെൽമെറ്റ് മേടിക്കുകയാണ്. അപ്പം ഞാൻ മേടിക്കാൻ പോകുന്ന ഹെൽമെറ്റ് നമുക്ക് കാണാമായിരുന്നു. ഇതാണ് ഞാൻ എടുക്കാൻ പോകുന്ന MTയുടെ ബ്രാപ്പ് എന്ന് പറയുന്ന മോഡല്. അപ്പം ഈ ഷോപ്പിൻ്റെ ഒരു റിവ്യൂ എടുക്കാൻ സഹായിച്ചത് ഇതാണ് നമ്മുടെ അജീഷിക്ക്. ആദ്യം നമ്മുടെ വീഡിയോയുടെ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു. അജീഷിക്ക് ഒരുപാട് താങ്ക്സ്. പിന്നെ ഈ വീഡിയോ ആദ്യം തൊട്ട് അവസാനം വരെ നമുക്ക് എടുക്കാൻ നമ്മളെ ഹെൽപ്പ് ചെയ്ത ഇത് നമ്മുടെ ഫൈസൽ ബ്രോ ആണ്. അപ്പോൾ ഫൈസൽ ബ്രോയ്ക്കും ഒരുപാട് താങ്ക്സ്. അപ്പോൾ ഈ ചാനലിൽ നമ്മുടെ സബ്സ്ക്രൈബേഴ്സ് വരുവാണെങ്കിൽ ഡിസ്കൗണ്ട് ചെയ്ത് കൊടുക്കുമോ അതോ ഫിക്സഡ് പ്രൈസ് ആണോ? ഫിക്സഡ് പ്രൈസ് 1-2 ബ്രാൻഡിന് മാത്രമേ ഉള്ളൂ. ഓക്കെ. MTക്കൊക്കെ ആസ്പെഡ് ഈ 3 ബ്രാൻഡിനുള്ളൂ. വേറെ എല്ലാ ബ്രാൻഡ് വന്നാലും നമ്മൾ ലെസ് ചെയ്ത് കൊടുക്കുന്നത് ഡിസ്കൗണ്ട്. ഓക്കെ. നമ്മുടെ സബ്സ്ക്രൈബേഴ്സിന് ആണെന്ന് പറയുകയാണെങ്കിൽ നമ്മൾ ലെസ് ചെയ്ത് കൊടുക്കും. ഓക്കെ. ശരി, താങ്ക്സ്. അപ്പോൾ ഗായ്സ്, എൻ്റെ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളൊരു ലൈക്ക് ചെയ്യുക. എന്തെങ്കിലും ഞാൻ പറയാൻ വിട്ടുപോയിട്ടുണ്ടെങ്കിലോ നിങ്ങൾക്ക് എന്തെങ്കിലും അറിയാനുണ്ടെങ്കിലോ താഴെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുക. പിന്നെ നിങ്ങൾ ഇതുവരെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്ത് അടുത്തുള്ള ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പം അടുത്ത വീഡിയോയിൽ കാണാം.